എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ വിവിധ പോസ്റ്റുകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കോൺട്രാക്ട് ബേസിലാണ് ജോലി വരുന്നത്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. തസ്തികകൾ ഏതൊക്കെയാണെന്നും ഡീറ്റെയിൽസും നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത്. വേക്കൻസി വരുന്നത് വർക്ക്മെൻ പോസ്റ്റുകളിലാണ്, കോൺട്രാക്ട് ബേസിലാണ്. ഏതൊക്കെയാണ് ട്രേഡുകളെന്നും ക്വാളിഫിക്കേഷൻ എന്താണെന്നും നോക്കാം. ആദ്യം പറയുന്നത് ഫാബ്രിക്കേഷൻ അസിസ്റ്റൻസ് ആണ്. അതിൽ തന്നെ ഷീറ്റ് മെറ്റൽ വർക്കറുണ്ട്, അതുപോലെ തന്നെ വെൽഡറുണ്ട്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ഈ ട്രേഡുകളിൽ ITIയുമാണ്. ഈ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഷീറ്റ് മെറ്റൽ വർക്കർ ആണെങ്കിൽ 10ാം ക്ലാസ് പാസും കൂടാതെ NTC സർട്ടിഫിക്കറ്റ് ഇൻ ട്രേഡ് ഓഫ് ഷീറ്റ് മെറ്റൽ വർക്കറാണ് വേണ്ടത്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ്. 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആണ് വേണ്ടത്. അതായത് നിങ്ങളിപ്പോൾ അപ്രന്റീഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മതിയാകും. 3 വർഷം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസും അപ്രന്റീഷിപ്പും ഉണ്ടെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് 3 വർഷം ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, 1 വർഷം അപ്രന്റീഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയാണ് എക്സ്പീരിയൻസ് എല്ലാ ജോലിക്കും പറയുന്നത്. അപ്പോൾ ഈ തസ്തികയിലേക്ക് 10ാം ക്ലാസ്സും ITIയും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി അടുത്തത് വെൽഡർ ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ ITI സർട്ടിഫിക്കറ്റ് ഇൻ വെൽഡർ ട്രേഡാണ് വേണ്ടത്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ്ങും ആവശ്യമാണ്. അടുത്തത് ഔട്ട്ഫിറ്റ് അസിസ്റ്റൻസ് ആണ്. അതിൽ വരുന്ന ട്രേഡുകൾ മെക്കാനിക് ഡീസൽ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, പ്ലംബർ, പെയിൻറ്റർ, ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, ഷിപ്പ്രൈറ്റ് വുഡ്, മെഷീനിസ്റ്റ്, ഫിറ്റർ ആണ്. ഇത്രയും ട്രേഡുകളുണ്ട്. ഈ ട്രേഡുകളിലൊക്കെ തന്നെ വേണ്ടത് 10ാം ക്ലാസ്സും കൂടാതെ അതാത് ട്രേഡുകളിൽ ITI പാസ്സായിരിക്കണം എന്നുള്ളതാണ്. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ഈ ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്ക് ഈ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓരോ ട്രേഡുകളിലും അതാത് ട്രേഡിൽ ITI ആയതുകൊണ്ടാണ് വിശദമായിട്ട് പറയാത്തത്. ഈ ട്രേഡുകളിലൊക്കെ തന്നെ ITI ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ 30 ആണ്. ഇനി വേക്കൻസി എങ്ങനെയാണെന്ന് നോക്കാം. ആകെ വേക്കൻസി വരുന്നത് 224 ആണ്. അതിൽ തന്നെ അൺറിസർവ്ഡ് 132, OBC 52, SC 18, ST 4, EWS 18 എന്നിങ്ങനെയാണ് 224 വേക്കൻസി വരുന്നത്. ജോലി വരുന്നത് കോൺട്രാക്ട് ബേസിലാണ്. മാക്സിമം 5 വർഷത്തേക്കായിരിക്കും ജോലി വരുന്നത്. ഇനി ശമ്പളം എത്രയാണെന്നും ജോലി എവിടെയാണെന്നൊക്കെ നോക്കാം. സാലറി ലഭിക്കുന്നത് പെർ മന്ത് 23,300 രൂപയായിരിക്കും. നിങ്ങൾ എക്സ്ട്രാ അവർ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5,830 രൂപയും കൂടെ എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. ഇനി ജോലി വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ തന്നെ പല പല യൂണിറ്റുകളിലൊക്കെ ആയിരിക്കും. അത് അവർ തന്നെയായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്. ഇനി പ്രായപരിധി നോക്കാം. പ്രായപരിധി 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കൂടാതെ OBC ആണെങ്കിൽ 48 വയസ്സ് വരെയും SC ST ആണെങ്കിൽ 50 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഫേസ് 1 ആയിട്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ട്. ഫേസ് 2വിൽ പ്രാക്ടിക്കൽ ടെസ്റ്റും ഉണ്ട്. ഓൺലൈൻ ടെസ്റ്റ് 30 മാർക്കിനും പ്രാക്ടിക്കൽ ടെസ്റ്റ് 70 മാർക്കിനുമാണ്. അങ്ങനെ ആകെ 100 മാർക്കിനാണ് എക്സാം വരുന്നത്. ഓൺലൈൻ ടെസ്റ്റിന് വരുന്നത് ജനറൽ ടോപ്പിക്സും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ട്രേഡ് റിലേറ്റഡും ഉണ്ട്. ഇനി നിങ്ങൾ റിസർവേഷൻ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിൽ EWS കാറ്റഗറി ആണെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഇൻകം ആൻഡ് അസറ്റ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. SC ST OBC കാറ്റഗറി ആണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. അതുപോലെ തന്നെ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ അപ്രന്റീഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഹാജരാക്കേണ്ടതാണ്. ഇനി അപേക്ഷിക്കാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 600 രൂപയാണ്. SC ST കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ബാക്കിയുള്ള എല്ലാവർക്കും 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ്. അപേക്ഷിക്കേണ്ട സൈറ്റ് cochinshipyard.in ആണ്. നിങ്ങൾ ഈ സൈറ്റിൽ കയറുക. എന്നിട്ട് അവിടെ നിന്നും കരിയർ പേജ് എടുക്കുക. എന്നിട്ട് CSL കൊച്ചി എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഓൺലൈൻ എക്സാംസ് എല്ലാ സബ്ജക്ട്സിൻ്റെയും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കാൻഡിഡേറ്റിന്
ഒരു പോസ്റ്റിലേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ വെച്ചേക്കണം. അപേക്ഷകൾ അയക്കേണ്ട അവസാന തീയതി ഡിസംബർ 30 മറക്കണ്ട. ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് കോൾ ലെറ്റർ വരുന്നത് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ CSLൻ്റെ വെബ്സൈറ്റിലോ ആയിരിക്കും. അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള 10ാം ക്ലാസ്സും ITI യോഗ്യതയുള്ളവർക്കും എക്സ്പീരിയൻസ് ഉള്ളവർക്കും വിവിധ ട്രേഡുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 50 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപേക്ഷിക്കുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.